അസ്സലാമു അലൈക്കും, നമസ്കാരം, ഹലോ, ഹായ് ഓൾ. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ പ്രഖ്യാപിച്ച നമ്മുടെ മുത്തവടികൾക്ക്, അഥവാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ അടക്കം സൗജന്യ യാത്ര അതിപ്പോൾ നിലവിൽ വരാൻ പോവുകയാണ്. ഈ ജൂൺ മാസം 15-ാം തീയതി നിലവിൽ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ KSRTC ബസ്സുകളിൽ വനിതാ യാത്രക്കാർക്ക് 2026 ജൂൺ മാസം 15 മുതൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. പ്രിയദർശിനി സ്കീം എന്നറിയപ്പെടുന്ന ഈ പദ്ധതിയുടെ പ്രധാന വ്യവസ്ഥകൾ ഇനി പറയുന്നവയാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക്. ഒന്നാമത്, പെൺകുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാ വനിതകൾക്കും ഓർഡിനറി ബസ്സുകളിൽ പൂർണ്ണമായും യാത്ര ഫ്രീ ആയിരിക്കും. രണ്ടാമത്, പ്രസ്തുത യാത്രകൾക്ക് ദൂരപരിധി നിശ്ചയിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, സംസ്ഥാനത്തിന് പുറത്തേക്കും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യാം. അപ്പോൾ പുറത്തേക്കൊക്കെ പോയിട്ട് വരാം. അതൊക്കെ മിസ്യൂസ് ചെയ്യരുതിട്ടാ എല്ലാത്തിനും. 4, മലയാളികൾക്ക് മാത്രമല്ല അന്യ സംസ്ഥാന വനിതകൾക്കും യാത്ര ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള നാട്ടിൽ നിന്നൊക്കെ വന്ന വനിതകൾക്കൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വല്ലാത്തൊരു സംഭവം കേട്ടോ. ഇങ്ങക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെയ്താൽ പാവം ഞങ്ങൾ ആണുങ്ങൾ നല്ല ഉണ്ടായി നടക്കട്ടെ, നിങ്ങൾ പൊളിക്ക്. പിന്നെ അതുപോലെ 5-മത്, ഓർഡിനറിയുടെ വിവിധ രൂപങ്ങളായ ലിമിറ്റഡ് സ്റ്റോപ്പ്, അഥവാ നമ്മൾ പറയുന്നു LS ഓർഡിനറി. പിന്നെ അതുപോലെ ടൗൺ ടു ടൗണിൽ നമ്മളിപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ കോഴിക്കോട് ഭാഗത്ത് പല സ്ഥലങ്ങളിലേക്കും പിന്നെ ടൗൺ ഓടുന്നുണ്ട്. ദൂര പിന്നെ യാത്രയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ടൗൺ ടു ടൗൺ പോകുന്ന പല ജില്ലകളുണ്ട്. അപ്പോൾ അത് വലിയൊരു ഉപകാരം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വിവിധ രൂപങ്ങളായ അങ്ങനെയുള്ള സർവീസുകളിൽ, ഓർഡിനറി സർവീസുകളിലൊക്കെ സൗജന്യ യാത്ര അനുവദിക്കും. പിന്നെ 6-മത്തെ കാര്യം, യാത്ര ചെയ്യുന്ന എല്ലാ വനിതകൾക്കും 0 വാല്യൂ ടിക്കറ്റ് നൽകും. 0 വാല്യൂ ആയിട്ടുള്ള ടിക്കറ്റാണ് സർക്കാർ നൽകാൻ പോകുന്നത്. ഇനി അടുത്ത 7-മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സൗജന്യ യാത്ര അനുവദിക്കുന്നതിനാൽ വിദ്യാർത്ഥിനികൾക്ക് ഇനി മുതൽ കൺസെഷൻ ടിക്കറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ 8-മത്തെ കാര്യം, ലിംഗ ന്യൂനപക്ഷങ്ങൾക്കും അഥവാ നമ്മളെ ട്രാൻസ്ജെൻഡേഴ്സ് പറയില്ലേ, അപ്പോൾ ഈ പദ്ധതിയുടെ ആനുകൂല്യം അവർക്കും പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് പിന്നെ അവർക്കും കൂടിയിട്ട് ഇത് ഉപകാരപ്പെടുമെന്നാണ് പറയുന്നത്. പിന്നെ 9-മത്തെ കാര്യം, 2026 ജൂൺ മാസം രാവിലെ 8:30 അഥവാ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറ് പ്രസ്തുത പദ്ധതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് മുതലാണ് നമുക്ക് ഈ സൗജന്യ യാത്ര ആരംഭിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക്. ഓക്കെ, ആ ദിവസം 8:00 മുമ്പ് അഥവാ രാവിലെ 8:00 മുമ്പ് ഓർഡിനറി ബസ്സുകൾക്ക് യാത്ര ചെയ്യുന്നവർക്ക് യാത്ര ഫ്രീ ലഭിക്കില്ല കേട്ടോ, എന്നുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും പൊളിച്ചടക്ക് ഒത്തുപണികളെ. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ആയിട്ട് നമ്മളെ എൻ്റെ ചാനലിൽ കൊളാബ് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. മറ്റുള്ള വീഡിയോസുകളും കാര്യങ്ങളും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെ പൊളിക്കിട്ടാ ചങ്കുകുട്ടികളെ. ഇതൊക്കെയാണ് നമ്മുടെ സതീശൻ സാറിൻ്റെ ഇതിലുള്ള സ്ത്രീകൾക്ക് ആനുകൂല്യമായിട്ട് വന്ന ഈ പദ്ധതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ പെടാത്തതൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, ബൈ ബൈ, സി യു.